ഗുഡ് മോർണിംഗ് ഫിയോസ്. ഇന്ന് മാർക്കറ്റിൽ നമ്മുടെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രൻ്റെ സ്പീച്ച് ഞാൻ കേട്ടു. സോ അത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് തന്നെ ആയിരുന്നു. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോ റേറ്റ് അവർ കീപ്പ് ചെയ്യുന്ന 5.25 തന്നെയാണ്. സോ അതുകൊണ്ട് വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ EMI ആൾക്കാർക്കൊന്നും വലിയ പ്രോബ്ലംസ് ഇല്ല. ഹൗസിങ്, ബൈക്ക്, കാറ് ഇങ്ങനെയുള്ള EMI വാങ്ങിക്കുന്ന കൂട്ടർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പുള്ളി പറയുന്ന ഇൻഫ്ലേഷനൊക്കെ കൺട്രോളിലാണെന്നാണ് പറയുന്നത്. എക്സെപ്റ്റ് കൊമോഡിറ്റീസ്, മെറ്റൽസിൻ്റെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യാമെങ്കിൽ ഇൻഫ്ലേഷൻ ഈസ് ഓക്കെ എന്ന ലെവലിലാണ്. സോ മാർക്കറ്റ് ഇത് ഓൾറെഡി അറിഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിഫ്റ്റി ഈസ് ഐ എം ലുക്കിംഗ് നിഫ്റ്റി സംവെയർ 25,800 നെക്സ്റ്റ് ലെവൽ 25,000 അവിടെ ഞാൻ ഹെവി റൈറ്റിംഗ് കാണുന്നുണ്ട്. സോ മോസ്റ്റ് പ്രോബ്ലി 25,800. പിന്നെ വേറെ മാർക്കറ്റിൽ ഇപ്പം വലിയ വാല്യൂഷൻ, ഹൈ വാല്യൂഷൻ ആണ്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഡീപ്പ് കറക്ഷനിൽ പോകാൻ സാധ്യത. പക്ഷേ ഇത് വേൾഡ് മാർക്കറ്റൊക്കെ അപ്ലൈ ചെയ്യുന്ന കാണുന്നത്. പിന്നെ വേറൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം മഴ പെയ്തിട്ട് എല്ലാ സ്ഥലത്തും വെള്ളം കയറി മനുഷ്യൻ്റെ ജീവിതം തന്നെ വളരെ എന്താ പറയുക, എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ എല്ലാ കൊല്ലവും ഞാൻ കാണുന്നത് തന്നെയാണ്. പക്ഷേ ഇതിൽ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയിപ്പം വരാൻ പോകുന്ന എസ്പെഷ്യലി ഞാൻ വിചാരിക്കുന്നത് സെൻട്രൽ കേരള, കോട്ടയം, തിരുവല്ല ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് മഴവെള്ളം വീടുകളിലേക്ക് കയറുന്നതും ഡ്രിങ്കിങ് വാട്ടറും കണ്ടാമിനേറ്റഡ് വാട്ടറും മിക്സ് ആവുന്നതും ആറ്റിലെയും റിവറിലൊക്കെ വെള്ളം മിക്സ് ചെയ്യുന്നതൊക്കെ കാണും. ഇനിയിപ്പോൾ മണ്ണിൻ്റെ അടിയിലുള്ള എലികളൊക്കെ മരിച്ചിട്ട് എലികളെ ഫീക്കസ്, പിന്നെ എലികളെ മൂത്രം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇത് എലിപ്പനി എന്ന് പറയുക, അതിനെന്താ പറയുക ഇംഗ്ലീഷിൽ ലിപ്റ്റോസ്പിറോസിസ് എന്നാണ് പറയുക, റാറ്റ് ഫീവർ. ഇത് വന്നിട്ട് കുറേയൊക്കെ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ചൊക്കെ എല്ലാ ആനിമൽസിൻ്റെ ഫീക്കൽസിലോ, കാട്ടിലും അവിടെയുള്ള ആനിമൽസ്, പിന്നെ ഡോഗ്സ്, നമ്മൾ വീട്ടിലുള്ള ഇതിൻ്റെയൊക്കെ ഇത് വെള്ളത്തിൽ ഫീക്കൽസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് വരിക. അതുപോലെ മനുഷ്യൻ്റെ തന്നെ കക്കൂസിൻ്റെ ടാങ്ക് ഇതൊക്കെ വെള്ളം നിറഞ്ഞ് എല്ലാ സ്ഥലത്തും ഇത് ഒഴുകി മിക്സ് ചെയ്തിട്ട് വരിക. സോ അതെല്ലാം കൊണ്ട് തന്നെ ഹൈ ഫീവർ, ഹെഡ് ഏക്ക് ഇതൊക്കെ വരുന്ന ഒരു കാഫ് ബാക്ക്, മസിൽ പെയിൻ ഇതൊക്കെ വരുന്ന ഒരു എലിപ്പനി ഇനി പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഷിഗില്ല, അമീബിയാസിസ്, ഡിസെൻട്രി ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതന്നെ. ഇപ്പോൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഷിഗില്ല, അമീബിയാസിസ്, ഡിസെൻട്രി ഉള്ളത് തന്നെയാണ്. അത് കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ, പിന്നെ ഹ്യൂമൻ സീവേജ് ഇതൊക്കെ വെള്ളത്തിൽ മിക്സ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ അത് കുടിക്കുന്ന സമയത്ത് ഇതൊക്കെ വരും. പിന്നെ ടൈഫോയിഡ് ഫീവർ സാധാരണയായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സെൻട്രൽ കേരളമൊക്കെ ടൈഫോയിഡ് ഫീവർ ധാരാളം ടൈഫോയിഡ് വന്നതിനൊക്കെയുള്ള സിംറ്റംസ് അറിയാമല്ലോ. അതിൻ്റെ വിശപ്പ് ഉണ്ടാവില്ല, തലവേദന, മസിൽ വീക്ക്നെസ് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ മെയിൻലി കാണുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് ആണ്. സെൻട്രൽ കേരളയിൽ അധികമാക്കും ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഫീവർ ഇൻഫെക്ഷൻ. അത് ഇനി വന്നാലും ഒരിക്കലും മാറില്ല. കാരണം അതിനെല്ലാവരും സ്ക്രീൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ്. പിന്നെ ഈ ഡെങ്കു, മലേറിയയും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താങ്ക് യു.